ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടുനോക്കാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ. അപ്പോൾ അതിതാ ഞാൻ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്ത് വിടുന്നത് ടൊമാറ്റോ റൈസാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ടൊമാറ്റോ റൈസ് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിക്കണേ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിക്കണേ. പിന്നെ അതിലേക്ക് ഇതാ ഒരു ചെറിയ വലിയുള്ളി ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ ഇതാ ഞാൻ ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് അരി കൊണ്ടാണ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചധികം റൈസൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കുറച്ചുകൂടിയും കൂട്ടിയാൽ മതി. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ലോണം സോഫ്റ്റായിട്ട് വന്നിക്കണ്. നല്ല സോഫ്റ്റായിട്ട് വരണം കേട്ടോ, എന്നാലാണ് നമ്മളെ റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. ഇപ്പോൾ ആ പൊടികളൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളൊക്കെ നല്ലോണം വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇതാ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അരച്ചിട്ടും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ ആ ഒരു തക്കാളിൻ്റെ ആ ഒരു പച്ചച്ചൊവയൊക്കെ മാറുന്നത് വരെ അതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുത്തിക്കണം കേട്ടോ. ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ബസ്മതി റൈസ് കൊണ്ടും അതുപോലെ ഇതുപോലത്തെ ഏത് റൈസ് കൊണ്ട് വേണമെങ്കിലും ഈ ഒരു റൈസ് ഉണ്ടാക്കാം. കൈമ റൈസ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ മസാലയും ആ ഒരു റൈസും ഒക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിക്കണേ. അപ്പോൾ ഓഫീസിലേക്കാണെങ്കിലും സ്കൂളിലേക്കാണെങ്കിലും അതുപോലെ നമുക്ക് ലഞ്ചിനാണെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ. ഒരു അച്ചാറോ തൈരോ എന്തെങ്കിലും അതിന് സൈഡ് ഡിഷായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇരുന്നതായിരുന്നു. ഇങ്ങനെ ഇരുന്നിട്ടില്ലെങ്കിലുള്ളൊരു പ്രശ്നം നമ്മൾ ഫോൺ നോക്കിയിട്ട് അങ്ങനെ സമയം പോണത് അറിയില്ല. അപ്പോൾ പണികളും നേരം വഴുകും. അപ്പോൾ കഴിയുന്നതും ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കലില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വേഗം പണികൾ കഴിക്കാനാണ് നോക്കൽ. ചില ദിവസങ്ങളിൽ നമുക്കൊരു മടിയൊക്കെ തോന്നുന്നൊരു ദിവസം ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ദിവസങ്ങളിലാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഇതാ അവിടെ നിന്ന് നീച്ചിട്ട് പിന്നെ ഞാൻ വീട് മൊത്തത്തിൽ അങ്ങനെ ക്ലീനാക്കി ഇട്ടു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ വന്നത്. ഞാൻ എപ്പോഴും പറയലില്ലേ, ലഞ്ച് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ കിച്ചൺ ക്ലീൻ ചെയ്തിടും. ഗ്യാസ് സ്റ്റോപ്പ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ക്ലീൻ ചെയ്തിടുള്ളൂ. നമുക്ക് ഫിഷൊക്കെ ഫ്രൈ ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിടും. ബാക്കി കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ നല്ലോണം തന്നെ ക്ലീൻ ചെയ്യും കേട്ടോ. പിന്നെ ലഞ്ചൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാനേ ഉണ്ടാവുള്ളൂ.
അങ്ങനെ കിച്ചൺ ക്ലീൻ ചെയ്യലും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.